ഹലോ, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണേ. അതും ക്രൂസ് ഷിപ്പിൽ അറേബ്യൻ കടൽ കാണാനായിട്ട് പോവുകയാണ്. കുറച്ച് നാളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി കഴിയുമ്പോൾ ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യാമെന്നും കടൽ കാണാമെന്നും ഒക്കെയുള്ള ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ് എറണാകുളത്തിന് വരുമ്പോൾ ക്രൂസ് ഷിപ്പിൽ ഞങ്ങൾക്കും യാത്ര ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഫൈനലി നമുക്കും അതിനൊരു അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും ഏത് ഷിപ്പിലാണ് പോയത്, എത്ര രൂപയായി, എത്ര മണിക്കൂറാണ് ഈ ഒരു യാത്ര എന്നീ വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ്. മറൈൻ ഡ്രൈവിലുള്ള ബോട്ട് ജെട്ടിയിൽ പോയി കഴിഞ്ഞാൽ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ക്രൂസ് ഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്തും വരാം, എവിടെ വന്നിട്ടാണെങ്കിലും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. സോ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഈ കാണുന്ന മഞ്ഞ കളറിലുള്ള മിനാർ ക്രൂസിൻ്റെ ക്രൂസ് ഷിപ്പിലാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. ഒരാൾക്ക് 1500 രൂപയാണ് വന്നത്, 2 പേർക്ക് 3000 രൂപയായി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഈ ഒരു ഷിപ്പിൽ പ്രവേശിച്ചു. ഷിപ്പിൻ്റെ സൈഡിലൂടെ ഒരാൾക്ക് പോകാനുള്ള ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഷിപ്പിൻ്റെ മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. ഇതൊരു 2 നില ഷിപ്പാണ്. ഞങ്ങളിതാ നിൽക്കുന്നത് താഴത്തെ നിലയിലാണ്. ഇതിൻ്റെ സൈഡിലൂടെയുള്ള ഈ ചെറിയ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവർ പലതരത്തിലുള്ള പാക്കേജസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് 4 മണിക്കൂറിൻ്റെ ലഞ്ച് സ്പെഷ്യൽ ട്രിപ്പോ അങ്ങനെ എന്തോ ഒരു പേര് വരുന്ന ഒരു പാക്കേജാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി സൺസെറ്റൊക്കെ കണ്ടിട്ട് ഷിപ്പിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈവനിങ്ങിലുള്ള ടിക്കറ്റും ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ മിഡ് ടൈമിലുള്ള ടിക്കറ്റ്, അങ്ങനെ പല ടൈമിലുള്ള പല പാക്കേജസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു 1500 രൂപയുടെ ഈ ഒരു ലഞ്ച് ടിക്കറ്റ് എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ബാക്കി ടിക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 മണിക്കൂറൊക്കെ മാത്രമേ ഷിപ്പിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഇതെടുത്തത് കേട്ടോ. സോ നമ്മളിവിടെ വരുന്നതേ നമുക്കിതുപോലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക്, പിന്നെ ഡിന്നർ ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഡിന്നർ, ലഞ്ച് ടൈമിനാണ് പോകുന്നതെങ്കിൽ ലഞ്ച്, പിന്നെ ടീ, സ്നാക്സ്, ഇതെല്ലാം നമ്മളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷിപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ചാർജസ് ഒന്നും ആവുന്നില്ല. 11 to 4 നമ്മളുടെ യാത്രാ ടൈം വരുന്നത്. 11:10 തന്നെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് വാട്ടർ മെട്രോ, പിന്നെ ഹൈക്കോർട്ട്, പിന്നെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്ലേസസും, ഐലാൻഡ്സ്, പിന്നെ ഡോൾഫിൻ, ചരക്ക് കപ്പലുകൾ, ഇങ്ങനെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു 4 മണിക്കൂറിൽ ഉള്ളത്. ഇനി എങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതെന്ന് പറയാം. പ്രീ ബുക്ക് ചെയ്യേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ഞങ്ങൾ ചൂസ് ചെയ്തത് മിനാർ ക്രൂസ് ഷിപ്പായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ഏത് ഷിപ്പാണോ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ഷിപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി വെബ്സൈറ്റ് വഴി തന്നെ ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മിനാർ ക്രൂസ് കൊച്ചിൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടുന്നതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ പല പാക്കേജസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള പാക്കേജ് ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നാണോ നിങ്ങൾ വരാൻ തീരുമാനിക്കുന്നത് അതിനൊരു 1-2 ആഴ്ചയ്ക്ക് മുന്നേ എങ്കിലും ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ടിക്കറ്റ് തീർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഷിപ്പ് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഷിപ്പിലെ ഈ ഒരു ഗൈഡ്, മലയാളം ഗൈഡ്, നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ഇനി കണ്ടു നോക്കാം. ഇവിടെ നിന്നാണ് വലിയ കപ്പലുകളിലേക്ക് ഡീസലും പെട്രോളും ലോഡ് ചെയ്യുന്ന ബെർത്താണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, so like these pipelines bring in diesel and petrol to this point from the Cochin oil refineries, and this is the point from where big ships get loaded by. പിന്നെ നമ്മളുടെ ഈ ഒരു ജേണിയിൽ ഗാനമേള ഉണ്ട് കേട്ടോ. ഗാനമേളയിൽ ഇതുപോലെ ഓരോ സിംഗേഴ്സ് വന്ന് പാട്ട് പാടും. അപ്പോൾ പാട്ടും കേട്ട് അറേബ്യൻ കടലൊക്കെ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ മൈൻഡ് റീഡിങ് പ്രോഗ്രാമും മാജിക് ഷോസൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മളുടെ ഈ ഒരു ഷിപ്പ് തുടങ്ങുന്നത് കായലിൽ നിന്നാണെങ്കിലും പതിയെ പതിയെ അറേബ്യൻ കടലിലോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം 2 സൈഡും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മണിയോടുകൂടി നമ്മൾ അറേബ്യൻ കടലിൻ്റെ കുറച്ചൊരു 10-40 കിലോമീറ്ററോളം
യാത്ര ചെയ്ത് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയി കേട്ടോ. ലഞ്ചിന് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. നോൺ വെജും അതുപോലെ വെജിറ്റേറിയൻ ഫുഡും ഉണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും പിന്നെ വെജിറ്റേറിയൻസിന് അങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഫുഡായിരുന്നു. നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കി, ഒന്നും കുറ്റം പറയാനായിട്ടില്ല, അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ പതിയെ എല്ലാ ആൾക്കാരെയും താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോകും. കാരണം പിന്നെ എല്ലാ പരിപാടികളും താഴത്തെ നിലയിലാണേ. അങ്ങനെ ഈ ഒരു യാത്രയുടെ അവസാനത്തെ മണിക്കൂറിലാണ് DJ പാർട്ടി ഉള്ളത്. അപ്പോൾ DJക്ക് വലിയ തരക്കേടില്ലാത്തൊരു DJ ആയിരുന്നു. ഷിപ്പിൻ്റെ താഴത്തെ നിലയിൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തു തരും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള ആവുന്നതാണ്. ഓക്കെ, അങ്ങനെ DJയും കഴിയുമ്പോഴത്തേക്കും ഒരു 3 മണിയോടുകൂടി ഷിപ്പ് തിരികെ മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും, അയ്യോ തിരികെ പോകാനുള്ള സമയമായല്ലോ എന്ന്. കാരണം അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കടലിലൊക്കെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളും പോകാനായിട്ട് നോക്കുക കേട്ടോ. ഇത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനമാറ്റം? അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോവണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டே. ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு ஓக்கால நடந்து விடுவேன். എന്തായാലും ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു പേര് അവർക്ക്.